എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണ്. എല്ലാ കുട്ടികളും പഠനം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് കളിച്ച് വെച്ച് കഴിയുന്ന സമയമാണ്. നമുക്ക് അതിനോടൊപ്പം കളിയോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം, പഠിച്ചോ. ഇപ്പോൾ വെക്കേഷനാണ്, ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്കിനി അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് മാത്സിലെ 10-15 മിനിറ്റുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ചാനലിൽ ഡെയിലി ഉണ്ടാവുക. അപ്പോൾ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ബോർഡ് മാസിൽ നിന്ന് തുടങ്ങാം. നമുക്ക് സാധാരണ സംഖ്യകൾ വരുമ്പോഴത്തേക്കും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സാധാരണ ചെറിയ ചെറിയ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2+3 അല്ലെങ്കിൽ 5+7 ഇങ്ങനെയൊക്കെ വെറുതെ ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൂട്ടാൻ. ഇതല്ല 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആഡ് ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ബാക്കിയുള്ള 11, 12 ഒക്കെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഞാനത് വലുതായിട്ട് സ്ട്രെസ് ചെയ്യുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുക, 1 മുതൽ 10 വരെ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം ഇപ്പോൾ 13 × 17 ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 7 × 3 7 × 1 നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ 7ന്റെ ടേബിളും 1ന്റെ ടേബിളും ഒക്കെ അറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, 1 മുതൽ 10 വരെയുള്ള ടേബിൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. രണ്ടാമതായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു അഡിഷൻ എല്ലാവർക്കും അറിയാം, മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം, ഡിവിഷൻ പ്രയാസമുള്ള ഒരുപാട് പേര് കാണും. അപ്പോൾ ഡിവിഷൻ ചെയ്യേണ്ടതിനെ നമ്മൾ ക്ലാസ് ചെയ്യും. നമ്മൾ അതിന് മുൻപായിട്ട് നമ്മുടെ മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ് ബോർഡ് മാസ് റൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ ഒന്നിൽ കൂടുതൽ ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നാൽ എങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഒരു ചോദ്യം പറയാം, 2 + 3 × 4. ഓക്കെ, ഇവിടെ ഞാൻ 2, 3 ആദ്യം കൂട്ടിയതിന് ശേഷം 4നോട് ഗുണിക്കണോ, അല്ലെങ്കിൽ 3, 4 ഗുണിച്ചതിന് ശേഷം 2നോട് കൂട്ടണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ റൂൾ, ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ് ബോർഡ് മാസ് റൂൾ. ഇതിനകത്ത് ഓരോ ലെറ്ററിനും ഓരോ ഡെഫിനിഷൻ ഉണ്ട്. ഒന്നാമത് ബി എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ്, ഒ ഓഫ്, ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡിഷൻ, എസ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഇപ്പോൾ ചെറിയൊരു 8ാം ക്ലാസ് വരെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഈ 8 അല്ല 8, 9, 10 നോക്കിയാൽ നമുക്ക് ഈ ഓഫിന്റെ വലുതായിട്ട് വരുന്നില്ല. ഓക്കെ, എക്സ്പോണന്റുകൾ ഉണ്ട് അതിനകത്ത്, ബ്രാക്കറ്റിന്റെ കേസും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമുക്കൊരു ചോദ്യം വരുവാണ്, 2 + 3 × 4 / 2 - 7. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വന്നു. നമ്മളിവിടെ ആദ്യം സോൾവ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനെ എന്ത് ചെയ്യുക, ആദ്യം സോൾവ് ചെയ്യുക. ബ്രാക്കറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈഡ് രൂപത്തിലും എക്സ്പോണന്റും ഉണ്ട്, അത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ഓഫ് അഥവാ ഓർഡർ അത് ചെയ്യുക, അത് കഴിഞ്ഞ് ഡിവിഷൻ ചെയ്യുക. തന്നിരിക്കുന്നതിനകത്ത് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ചെയ്തു, ഇവിടെ ഡിവിഷൻ ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അഡിഷൻ ചെയ്യുക, അതും കഴിഞ്ഞതിന് ശേഷം സബ്സ്ട്രാക്ഷൻ ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ട ഓർഡർ ഇതാണ്, ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ആദ്യം നമ്മൾ ബ്രാക്കറ്റിനെ സോൾവ് ചെയ്യും. 2 + 3 എത്ര കിട്ടും, 5 എന്ന് കിട്ടും. ബാക്കി ഇൻറ്റു 4 / 2 - 7 അതുപോലെ എഴുതി. അടുത്തായിട്ട് 4 / 2 എത്ര കിട്ടും, 2 എന്ന് കിട്ടും. സോ 5 × 4/2 2 - 7. അടുത്തായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, 5 × 2 10 10 - 7 = 3 എന്ന് എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ബോർഡ് മാസ് എന്താണെന്ന് എപ്പോഴും മനസ്സിലിരിക്കുക, ബ്രാക്കറ്റ്, ഓഫ് അഥവാ ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഒരു കണക്കിനനുസരിച്ച് എപ്പോൾ യൂസ് ചെയ്യണം, നമ്മൾ ചുമ്മാ റൂൾ മാത്രം പഠിച്ചാൽ പോലെ എപ്പോൾ യൂസ് ചെയ്യണമെന്ന് അറിയണം. അതായത് എനിക്കിപ്പോൾ ഒരു സംഖ്യ സോൾവ് ചെയ്യാനായിട്ട് വന്നു, ആ വന്ന സംഖ്യക്കകത്ത് ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും എല്ലാം കൂടി ഉണ്ടെന്ന് കരുതുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഡിവിഷനും അഡിഷനും മാത്രമായിരിക്കാം ഉള്ളത്, ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും മാത്രമായിരിക്കാം. എന്തായാലും അഡിഷൻ മാത്രം അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ മാത്രം അങ്ങനെ അല്ലാതെ ഒന്നിൽ കൂടുതൽ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 × 3 + 4 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ നോക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്, അഡിഷനും ഉണ്ട്. ഓർഡർ നോക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാണ് അഡിഷൻ കിടക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ ഉത്തരത്തിനോട് എന്ത് ചെയ്യുക, 4നെ ആഡ് ചെയ്യുക. അപ്പോൾ 5 / 7 × 3 - 2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം ഓർഡർ നോക്കാം. ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ആക്കാം. ഓക്കെ, ഇൻറ്റു ഇവിടെ ആക്കി, മൈനസ് ഇവിടെ ആക്കി. നോക്കാം, ആദ്യം ഡിവിഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് ഓർഡർ എന്താണ്, ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞിട്ട് മൈനസ് അല്ല ചെയ്യേണ്ടത്, ഇവരെ ഡിവൈഡ് ചെയ്യുക, ഇവരെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷമേ ആര് വരുന്നുള്ളൂ, മൈനസ് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 2 × 7 + 4 - 7 × 2 / 2. നമ്മുടെ റൂൾ പ്രകാരം ആദ്യം ബ്രാക്കറ്റ്, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ, ഇല്ല. അടുത്തായിട്ട് ഓഫ് ഓർഡർ ഉണ്ടോ, ഇല്ല.
അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ഡിവിഷൻ ഉണ്ട് ഇവിടെ ഇല്ലേ? അപ്പോൾ ഡിവിഷനെ ആദ്യം സോൾവ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ എഴുതാം. 2 × 7 + 4 - 7 ഇൻറ്റു ഇതുവരെ എഴുതി, ഇത്രയും അതുപോലെ എഴുതി. ഇവിടെ നമുക്ക് ചെയ്യുന്നത് 2/2. 2/2 എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. 1. അടുത്തായിട്ട് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 2 × 7 14 + 4 - 7 × 1 7. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആൾക്കാരെയും മൾട്ടിപ്ലൈ എഴുതി. അടുത്തായിട്ട് അഡിഷൻ. 14നോട് 4 കൂട്ടിയാൽ 18. അപ്പോൾ ഈക്വൽ ടു 18 മൈനസ് ഇനി ആരുണ്ട്? 7 ബാക്കിയുണ്ട്. ഉത്തരം 11 എന്ന് കിട്ടും. ഈ ഓഫിന്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്തതല്ല. നമുക്ക് ആദ്യം ബാക്കിയുള്ള ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഈ 4 ആൾക്കാരെ നല്ല തറവാക്കി പഠിച്ചതിന് ശേഷം ഓഫിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തില് ഇവിടെ എന്തുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ, മൈനസ്, പ്ലസ്, ഡിവൈഡ് എല്ലാം ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റ് അതില്ല. രണ്ടാമത്തെ ഓഫ് ഇല്ല. അടുത്തായിട്ട് ഡിവിഷൻ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 5 × 6 - 4 × 3 പ്ലസ് ബാക്കി അത്രയും പേര് അതുപോലെ എഴുതി. 8/2 എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും ഇല്ലേ? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. ഇനി 8നെ 2 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്ന് ഡൗട്ട് ഉള്ളവർക്ക് 8/2 ഇങ്ങനെ വരുമ്പോൾ താഴെ ആരാണോ ഉള്ളത് അയാളുടെ ടേബിൾ പറഞ്ഞു നോക്കാം. 1 2 2 2 2 4 3 2 6 4 2 8. അപ്പോൾ 4 പ്രാവശ്യം 2 ആണ് 8. സോ അങ്ങനെയാണ് 4 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ ചെറിയ നമ്പറുകൾ നമ്മൾ ഇങ്ങനെ പഠിച്ചതിന് ശേഷം വലിയ നമ്പറുകൾ സ്പീഡിൽ ചെയ്താൽ മതി. ഈ 8/2 ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക? 8/2 8 മുകളിലും 2 താഴെ. 2ന്റെ താഴെയുള്ള ആളിന്റെ ടേബിൾ പറഞ്ഞു നോക്കാം. താഴെയുള്ള ആളിന്റെ ടേബിൾ പറയുമ്പോൾ മുകളിലത്തെ ആൾ എത്ര തവണ ആകുമ്പോഴാണ് കിട്ടുന്നത്? 2നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും. അപ്പോൾ 4 ആണ് അടുത്ത ഉത്തരം. അടുത്തായിട്ട് മൾട്ടിപ്ലൈ. 5 × 6 30 - 4 × 3 12 + 4 ബാക്കി അതുപോലെ 30 - 12 + 4. പിന്നെ ഒരു കാര്യം ഞാനിവിടെ പറയാം. ഇപ്പോൾ നമ്മുടെ റൂൾ പ്രകാരം അഡിഷനും സബ്സ്ട്രാക്ഷൻ, അഡിഷൻ കഴിഞ്ഞാണ് സബ്സ്ട്രാക്ഷൻ ചെയ്യാനുള്ളത്. ഒരു നമ്പർ എടുക്കുമ്പോൾ അതിന്റെ ചിഹ്നം ഉൾപ്പെടെ എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് ബേസിക് ആയതുകൊണ്ട് അത്രയും കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന്റെ റൂളുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ഓർമ്മിക്കുക. നമുക്ക് ഈ ചെയ്യേണ്ട കണക്കിനകത്ത് വെറുതെ അഡിഷനും സബ്സ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ അതിനകത്തില്ല എങ്കിൽ നമുക്ക് ഏത് ഓർഡറിൽ വേണം കണക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 2 + 3 - 7 5 - 2 + 3 - 7 ഇങ്ങനെ വന്നു. ഇതിൽ പ്ലസ് ചെയ്തതിന് ശേഷം മൈനസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ റൂൾ പ്രകാരം അഡിഷൻ കഴിഞ്ഞാണ് സബ്സ്ട്രാക്ഷൻ. പക്ഷേ ഒരു ചോദ്യത്തിൽ മൈനസും പ്ലസുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 30 ഞാൻ 12 കുറച്ചു. എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ബാക്കി എന്തുണ്ട്? +4 ഉണ്ട്. 18 + 4 22. ഓക്കെ, അപ്പൊ അത് എപ്പോഴാണെന്ന് ഓർമ്മിച്ചിരിക്കുക. നമുക്ക് സോൾവ് ചെയ്യാനുള്ളതിനകത്ത് പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒന്നും ഇല്ല. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിടക്കുന്ന ഓർഡറിൽ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ തന്നെ ചെയ്യാം. ഓക്കെ, അഡിഷൻ ആദ്യം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ അല്ലേ? അങ്ങനെ ഞാൻ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഇടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. ബോർഡ് മാസ് റൂള്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഇല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റുകളിലൂടെ എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. 3 ഹോംവർക്ക് ചോദ്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.